ഗെറ്റ് റെഡി വിത്ത് മീ കാഷ്വൽ വെഡിങ് ഔട്ട്ഫിറ്റ്. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സിസ്റ്ററുടെ മാരേജിന് ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റ് ഇട്ടാലോ? ഞാൻ ചൂസ് ചെയ്തത് ഈ ഡ്രസ്സാണ്. ഷൂസിൽ കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊന്ന് തേച്ച് കഴുകിയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഗൈസ്. ഇതെൻ്റെ പ്ലിക്സ് പോമഗ്രനേറ്റ് പീലിംഗ് പോർഷനാണ്. ഇത് ചർമ്മത്തിലെ മൃദുകോശങ്ങൾ നീക്കം ചെയ്ത് ചർമ്മം തിളക്കമാകാൻ സഹായിക്കും. അതുപോലെ തന്നെ ചർമ്മത്തെ മൃദുവാക്കാനും ഇത് നല്ലതാണ്. ഇനി സൺസ്ക്രീൻ തേക്കും. സൺസ്ക്രീൻ പിന്നെ സാധനം ഇല്ല, വെറുതെ ഞാൻ കൈ വിറപ്പിച്ചു. സാധനം ഉണ്ടായിരുന്നു പക്ഷെ പൊട്ടിപ്പോയി. ഇങ്ങനെ കുടഞ്ഞെടുക്കാം. കുറച്ച് ഓവറായില്ലേ? അതല്ല, ഇനി നമുക്കിത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. പറ്റില്ലേ ഗൈസ് ഉടുപ്പ്? ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. നമുക്കിനി കുറച്ച് മുടിയിൽ കാറ്റടിച്ച് പറപ്പിപ്പിക്കാം. ഇനി നമുക്ക് ഈ വാക്സ് എടുക്കാം. ഈ വാക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി സെറ്റ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന ഈ വാക്സ് ഏതാണെന്ന് അറിയണോ? ഇതാണ് ബ്ലാക്ക് പ്രൊഫഷണൽ ഹെയർ സ്പൈഡർ വെബ് വാക്സ്. ഈ വാക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സെറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഈ വാക്സ് കയ്യിലെടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ വാക്സിന് അധികം കട്ടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഹെയറിൽ മസാജ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഹെയർ സെറ്റ് ആവുകയും ചെയ്യും. ഇപ്പം തന്നെ മുടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രയർ ഉപയോഗിച്ചിട്ട് മുടി സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റൈൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഹെയർ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽവിരൽ എവിടെയോ തട്ടിയിട്ട് നഖ വിളകിയിട്ട് നല്ല വേദനയുണ്ട് ഗൈസ്. കാലിൽ സോക്സ് ഇടുന്നതിന് മുന്നേ നമുക്കൊരു ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കാം. അതാകുമ്പം ഷൂസ് ഇട്ട് കഴിയുമ്പോഴത്തേന് വേദന ഉണ്ടാകത്തില്ല. ഇതാണ് ഗൈസ് എൻ്റെ കാഷ്വൽ വെഡ്ഡിങ് ഗസ്റ്റ് ഔട്ട്ഫിറ്റിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക്. എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോ